മുഖ്യമന്ത്രിക്ക് വേണ്ടി BJP-യുമായിട്ടോ RS-ഉമായിട്ടോ ഡീലുണ്ടാക്കാൻ വേണ്ടി ഒരാളെയും ഞങ്ങൾക്ക് അയക്കേണ്ട കാര്യമില്ല. അങ്ങനെ ഡീലുണ്ടാക്കാൻ മോഹൻ ഭഗത്തുമായിട്ട് ഡീലുണ്ടായിക്കൂടെ? 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തുടർഭരണം മുതൽ CPM-നും BJP-ക്കുമെതിരെ കോൺഗ്രസ് ഉയർത്തുന്ന രാഷ്ട്രീയ ആരോപണമാണ് അന്തർധാര. കോൺഗ്രസ് മുക്ത ഭാരതത്തിനായി UDF-നെ ഭരണത്തിൽ നിന്നും അകറ്റി നിർത്താൻ BJP CPM-നെ സഹായിക്കുന്നു എന്ന ആരോപണം. BJP RSS ദേശീയ നേതൃത്വത്തിന്റെ അറിവോടെയുള്ള പ്ലാൻ എന്ന പ്രചാരണം കോൺഗ്രസ് നിരന്തരമായി ഉന്നയിക്കുന്നു. MR അജിത് കുമാർ RSS നേതാവിനെ കണ്ടത് മാത്രമല്ല, അതിൽ MV ഗോവിന്ദൻ നടത്തിയ വിശദീകരണവും അബദ്ധമായി. അങ്ങനെ ഡീലുണ്ടാക്കാൻ മോഹൻ ഭഗത്തുമായിട്ട് ഡീലുണ്ടായിക്കൂടെ? ഇവർ ഈ അസിസ്റ്റന്റ് കാണാൻ വന്നു കഴിയുള്ളൂ. ഞങ്ങൾക്ക് ആ രാഷ്ട്രീയമില്ലല്ലോ. അതായത് CPM ധാരണ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചാൽ RSS തലവനായ സർസംഘചാലകുമായി നേരിട്ട് സാധിക്കുമെന്നാണ് MV ഗോവിന്ദൻ പറഞ്ഞു വെക്കുന്നത്. അതിന് ചോട്ടാ നേതാക്കളുടെ ആവശ്യമില്ലെന്ന് കൂടി പാർട്ടി സെക്രട്ടറി പറയുമ്പോൾ ബന്ധം ദൃഢമാണെന്ന് കൂടിയുള്ള വ്യാഖ്യാനത്തിന് വഴിവെക്കുന്നു. പ്രതിപക്ഷത്തിന്റെ അന്തർധാര ആരോപണം എപ്പോഴത്തെയും പോലെ പൂരം കലക്കൽ ആരോപണത്തിന്റെ കാര്യത്തിലും CPM പുച്ഛിച്ചു തള്ളുകയാണ്. പക്ഷേ മുഖ്യമന്ത്രിയെ പ്രതിരോധത്തിലാക്കിയ സംഭവവികാസങ്ങൾ ഉണ്ടായപ്പോഴും വിഷയം ഏറ്റെടുക്കാനുള്ള BJP-യുടെ വൈമുഖ്യം കാണുമ്പോൾ അന്തർധാര ആരോപണത്തിൽ കഴമ്പുണ്ടെന്ന് തോന്നിപ്പോകും. ADGP-ക്കും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കുമെതിരെ ഗുരുതര ആരോപണം ഉയർന്നിട്ടും BJP-യോ പോഷക സംഘടനകളോ സമരരംഗത്തില്ല. കോൺഗ്രസും യൂത്ത് കോൺഗ്രസും തെരുവ് യുദ്ധത്തിലാണ്. ADGP RSS നേതാവ് കൂടിക്കാഴ്ച ആരോപണത്തിൽ ലോജിക്കില്ലെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് പറയുന്നുണ്ട്. ഒരു രാജ്യത്ത്, ഒരു സംസ്ഥാനത്ത് ഒരു പോലീസുകാരൻ ഒരു പൊതുപ്രവർത്തകനെ കാണാൻ പോയി. എന്താ ഇതിൽ ഇത്ര ആനക്കാരിയിരിക്കുന്നത്? അല്ല, ADGP തന്നെ സമ്മതിച്ചിട്ടുണ്ടല്ലോ, പിന്നെ ഞാനെന്തിനാ ഇല്ലെന്ന് പറയുന്നു. എന്നാൽ ഇത്തരം വിവാദങ്ങളിലെ BJP-യുടെ മൃദു സമീപനം പാർട്ടി അണികൾക്കിടയിൽ ചർച്ചയാണ്. കാരണം സ്വർണ്ണക്കടത്ത് കേസിലൊക്കെ മുഖ്യമന്ത്രിക്കെതിരെ BJP കാട്ടിയ സമരവീര്യം എല്ലാവർക്കും ഓർമ്മയുണ്ട്. അതിനാൽ അന്തർധാര ആരോപണം മറികടക്കാൻ BJP യുവമോർച്ചയെ സമരരംഗത്തിറക്കുകയാണ്. അത് ഇനിയും 2 ദിവസം കഴിഞ്ഞ് തിങ്കളാഴ്ച. ആറിയ കഞ്ഞി പഴങ്കഞ്ഞി എന്ന ചൊല്ലുപോലെയുള്ള BJP-യുടെ രാഷ്ട്രീയ അഭ്യാസം കോൺഗ്രസിന്റെ അന്തർധാര ആരോപണത്തിന് കൂടുതൽ കരുത്തു പകരുന്നതാകുന്നു. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.